ഹായ് നമസ്തേ. അമ്മൂസ് വുഡൻ ബോളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് എണ്ണമാങ്ങ അച്ചാറാണ്. പലരും പല രീതിയിലാണ് എണ്ണമാങ്ങ അച്ചാർ ഇടാറ്. ഇത് എൻ്റെ അമ്മ ഇടുന്ന അതേ രീതിയിലാണ് ഞാൻ ഈ അച്ചാർ ഇട്ടിട്ടുള്ളത്. അച്ചാർ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ രുചി തീർച്ചയായും ഇഷ്ടപ്പെടും. ഇളം മധുരവും ഉപ്പും എരിവും പുളിയും ഒക്കെ ചേർന്ന രുചികരമായിട്ടുള്ള ഈ എണ്ണമാങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. മാങ്ങ അച്ചാറിടാനായിട്ട് 3 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങിന് അതേപോലെ തന്നെ ചെനച്ചു തുടങ്ങിയതിനാൽ കുറേശ്ശെ മധുരവും ഉണ്ട്. മാങ്ങയുടെ തൊലി കളഞ്ഞതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നീളത്തിൽ പൂണ്ടെടുത്തതിന് ശേഷം മീഡിയം സൈസ് വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി നമുക്കിത് മുറിച്ചെടുക്കാം. എനിക്ക് കട്ടിയുള്ള തൊലിയായ കാരണമാണ് തൊലി കളഞ്ഞത്. കനം കുറഞ്ഞ തൊലിയാണെങ്കിൽ നമ്മളത് കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള എല്ലാ മാങ്ങയും നമുക്ക് ഇതുപോലെ നുറുക്കിയെടുക്കാം. നുറുക്കിയെടുത്ത മാങ്ങ ഞാനൊരു മുറത്തിലിട്ടിട്ട് വെയിലത്ത് വെക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഞാൻ ഇന്ന് തന്നെയാണ് ഈ അച്ചാർ ഇടാൻ പോണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർക്കാത്തത്. ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് വെള്ളം വന്നിട്ട് പിന്നെ 2 ദിവസം നമുക്ക് ഉണക്കേണ്ടി വരും. പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് 2 മുറത്തിലായിട്ടാണ് ഞാനിത് വെയിലത്ത് വെക്കണത്. ഇപ്പോഴത്തെ ഈ ചൂടിൽ ഒരു 5 മണിക്കൂർ കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വാടി കിട്ടും. മാങ്ങ ഉണക്കണോടൊപ്പം തന്നെ മധുരമാങ്ങ അച്ചാറും ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സാധാരണ മാങ്ങത്തൊലി ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കൂടുതൽ മാങ്ങ കിട്ടുമ്പോഴും ഇതുപോലെ മാങ്ങ ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മാങ്ങയില്ലാത്ത കാലത്ത് പരിപ്പ് കറിയിലൊക്കെ ഇടാം. അതുപോലെ തന്നെ അച്ചാറും ഉണ്ടാക്കാം. മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാങ്ങയുടെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇത് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപയോഗിച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഇതിനായി ഒരു ചീനച്ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. എള്ളെണ്ണ തന്നെ ഉപയോഗിക്കണം, വെളിച്ചെണ്ണ ഒഴിക്കരുത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം തന്നെ ഇതിലേക്ക് നമുക്ക് പൊടിച്ചെടുത്ത കല്ലുപ്പ് ചേർക്കാം. കല്ലുപ്പിന് പകരം സാധാരണ ഉപ്പായാലും ചേർത്താൽ മതി. ഇതിൻ്റെ കളറ് ലൈറ്റായിട്ട് ചേഞ്ചായിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർക്കാം. ഇനി ഇതിൽ കിടന്നിട്ട് ഈ കറിവേപ്പിലൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം. അതുപോലെ തന്നെ നമ്മുടെ മാങ്ങയുടെ കളറും ഇപ്പോൾ റെഡി ആയിട്ടില്ല. കുറച്ചുകൂടെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരാനുണ്ട്. അപ്പോൾ അത്ര നേരം കൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഇതാ മാങ്ങയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കണം. ഈ മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മുളക് പൊടിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതും 1 ടീസ്പൂൺ കായം പൊടിയും നമുക്ക് ചേർക്കാം. കായം വറുത്ത് പൊടിക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. എനിക്ക് ടേസ്റ്റ് ബാലൻസിനായിട്ട് 1/2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയുടെ ഈ ചോപ്പ കളർ മാറിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണത് വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ അതാ നമ്മുടെ എണ്ണമാങ്ങ അച്ചാറിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു ചില്ല് ഭരണിയിൽ ഇട്ടിട്ട് സൂക്ഷിച്ച് വെക്കാം. കൂടുതൽ കാലം ഇത് കേടാകാതെ സൂക്ഷിക്കാനായിട്ട് നമ്മൾ അച്ചാർ ചില്ല് ഭരണിയിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു നല്ല തുണി എടുത്തിട്ട് അത് എണ്ണയിൽ മുക്കിയിട്ട് അച്ചാറിൻ്റെ മുകളിൽ ഇട്ടിട്ട് മൂടി വയ്ക്കാം. അച്ചാർ എടുക്കുമ്പോഴൊക്കെ സ്പൂൺ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കണം. അതുപോലെ തന്നെ വെള്ളം നനവൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പം നല്ല രുചികരമായിട്ടുള്ള എണ്ണമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ മാങ്ങ അച്ചാർ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്